സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പുവർ തിങ്കിങ് ഹാബിറ്റിനെ കുറിച്ചാണ്. പുവർ തിങ്കിങ് ഹാബിറ്റ് കീപ്സ് മോസ്റ്റ് പീപ്പിൾ പുവർ എന്നാണ്. പുവർ തിങ്കിങ് ഹാബിറ്റ് അതായത് വളരെ മോശമായ അല്ലെങ്കിൽ വളരെ ശുഷ്കമായ തിങ്കിങ് ഹാബിറ്റാണ്, ചിന്തിക്കുന്ന ഒരു രീതിയാണ്, ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനെ കൂടുതൽ ദരിദ്രനാക്കുന്നത് എന്നാണ് പറയുന്നത്. നോട്ട് പുവർ വർക്കിംഗ് ഹാബിറ്റ്. മോസ്റ്റ് പീപ്പിൾ വർക്ക് ഹാർഡ് ബട്ട് ദേ ഡോണ്ട് തിങ്ക് ഹാർഡ്. അതായത് മനുഷ്യരെല്ലാം മിക്കവാറും എല്ലാവരും നന്നായി ജോലിയെടുക്കും, പക്ഷേ നന്നായി ചിന്തിക്കില്ല. ദ മൈൻഡ് ഈസ് ലൈക്ക് എ ഫാക്ടറി. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്ടറി പോലെയാണ്. എ മെൻ്റൽ ഫാക്ടറി. അതൊരു മെൻ്റൽ ഫാക്ടറിയാണ്. ആൻഡ് വാട്ട് എവർ യു തിങ്ക് അബൌട്ട് ഓൾ ഡേ ലോങ് pours ingredients into this mental factory. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ദിവസം മുഴുവൻ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അതാണ് ഈ ഫാക്ടറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് അതാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ബിൽഡ്സ് ദ എക്കണോമിക്, സോഷ്യൽ, ഫിനാൻഷ്യൽ ഫാബ്രിക് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ഫാക്ടറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. ആ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ എക്കണോമിക്കൽ ആയിട്ടുള്ള, സാമ്പത്തികപരമായുള്ള, സോഷ്യലായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാം നിർമ്മിച്ചെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് യഥാർത്ഥത്തിൽ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു നല്ല പണക്കാരനാക്കുന്നത്. എല്ലാ ആളുകളും ചിന്തിക്കുന്നത് ഒരുപോലെയല്ല. മിക്ക ആളുകളും അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, അതൊന്നും എൻ്റെ മേഖലയല്ല, അല്ലെങ്കിൽ എനിക്ക് അതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ ഒരിക്കലും നമ്മളാരും എവിടെ എത്തില്ല. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചിന്തിച്ചാൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? പുവർ തിങ്കിങ് ഹാബിറ്റ് കീപ്സ് മോസ്റ്റ് പീപ്പിൾ പുവർ. ദരിദ്രനായി മാറാൻ യഥാർത്ഥത്തിൽ ഒരാൾക്ക് കാരണമായി തീരുന്നത് അദ്ദേഹത്തിൻ്റെ തിങ്കിങ് ഹാബിറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ചിന്താ രീതിയാണ്. അപ്പം ചിന്തകൾ മാറ്റുക, വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചിന്തയാണ് യഥാർത്ഥത്തിൽ ആ മൈൻഡ് എന്നുള്ള ആ ഫാക്ടറിയിലേക്ക്, ഒരു മെൻ്റൽ ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ മൈൻഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ചിന്തകളാണ്. ഈ ചിന്തകൾ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു? നിങ്ങളുടെ എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ഫിനാൻഷ്യലായിട്ടുമുള്ള ഫാബ്രിക് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് നിങ്ങളുടെ മൈൻഡ്. അപ്പം മൈൻഡ് പവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് എന്നാണ്. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രം വലുതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്നതാണ് അയാളായിത്തീരുന്നത്.
ഒരാളുടെ ചിന്ത മോശമാണെങ്കിൽ അയാൾ അവിടെ തന്നെ എത്തിച്ചേരും. ഓ, ഞാനൊക്കെ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് അത് സാധിക്കില്ല. അപ്പം എനിക്ക് സാധിക്കില്ല. നേരെ മറിച്ചത് എനിക്ക് സാധിക്കും എന്നൊരാൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അയാൾക്കത് സാധിക്കാതിരിക്കില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക, നമ്മുടെ ചിന്താരീതികൾ മാറട്ടെ. തീർച്ചയായും ചിന്താരീതികൾ മാറുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾ വലിയ പണക്കാരനൊന്നും ആയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം തീർച്ചയായും സംഭവിച്ചിരിക്കും. ചിന്താരീതികൾ മാറിയത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ പലരും നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം പറയാൻ ഞാൻ തുനിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോട്ടും കൂടി വായിച്ചു എന്ന് മാത്രം. അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയുള്ള ചിന്തകളാവട്ടെ. നന്മയുള്ള ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുണത്തിനുള്ള ചിന്തകളാവട്ടെ. നമ്മുടെ ഭാവിയിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഫ്രെയിം, നിങ്ങളുടെ മനസ്സ് അങ്ങനെ നല്ല ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിജയവും പരാജയവും, ഒരാൾ പുവർ ആവാനും ഒരാൾ റിച്ച് ആവാനും ഒക്കെ കാരണം അയാളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ ആ സെറ്റ് നിങ്ങൾ സെറ്റപ്പ് ആക്കി എടുക്കുക. മൈൻഡിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അത് മൈൻഡ് സെറ്റ് മാറ്റാൻ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നൊരു മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് പണത്തിൻ്റെ ചിലവൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളിൽ ഇടപെടും. നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ നിങ്ങൾ മൊത്തത്തിൽ പോസിറ്റീവായിട്ട് മാറും. അതിൽ നിങ്ങൾക്ക് അലിബാബ എന്ന് പറയുന്ന ആ സംരംഭത്തിൻ്റെ ഉടമസ്ഥൻ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. If we want to be successful, we have to work with smart people. If we want to be successful, we should make a lot of mistakes and never give up. A lot of people, they make mistake, their problem, they give up. We never give up. We learn from mistakes. അപ്പോൾ പലരുടെയും സക്സസ്ഫുൾ ആകാനുള്ള കാരണം, സക്സസ്ഫുൾ ആകണമെങ്കിൽ, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യണം. ആ മിസ്റ്റേക്സ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇട്ടെറിഞ്ഞു പോകരുത്, ഗിവ് അപ്പ് ചെയ്യരുത്. എ ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകൾ ദേ മേക്ക് മിസ്റ്റേക്ക്, ഒരുപാട് ആളുകൾ മിസ്റ്റേക്സ് ചെയ്യുന്നു. പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരവിടെ ഗിവ് അപ്പ് ചെയ്യുന്നു. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ടേച്ച് പോരുന്നു. ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അത് എവിടെ എത്തുന്നില്ല എന്ന് തോന്നിക്കൊണ്ട് അവിടെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഏകദേശം അദ്ദേഹം അവിടെ വിജയിക്കാനായിട്ടുണ്ടാവും, കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഇയാൾക്ക് മടുത്തു, അയാൾ അവിടെ ഇട്ടെറിഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും വിജയിക്കുമോ? ഇല്ല. അപ്പോൾ വി നെവർ ഗിവ് അപ്പ്, വി ലേൺ ഫ്രം മിസ്റ്റേക്സ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ മിസ്റ്റേക്സിൽ നിന്ന്, നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുമ്പോൾ നിങ്ങൾ വിജയിക്കും. ഒക്കെ പറയാൻ എളുപ്പമല്ലേ എന്ന് പറയാൻ എളുപ്പം എന്നല്ല, ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഉടനെ തന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? ആ മിസ്റ്റേക്സിൽ നിന്ന്, എന്താണ് മിസ്റ്റേക്സ് എന്ന് പഠിക്കുക, ആ മിസ്റ്റേക്സിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം നിങ്ങൾക്കുണ്ടാകും. ഗിവ് അപ്പ് ചെയ്താൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്യാതെ
നിങ്ങൾ നിങ്ങളുടെ പ്രയത്നവുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ചിന്ത, ആദ്യം ഞാൻ പറഞ്ഞു, ചിന്ത മാറ്റുക. പുവർ തിങ്കിങ് ഹാബിറ്റ് മാറ്റി നല്ല ഒരു തിങ്കിങ് ഹാബിറ്റ് കൊണ്ടുവരിക. തീർച്ചയായും നാം ഏവരും വിജയിക്കുക തന്നെ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.